ഹലോ, മലപ്പുറം ജില്ലയിലെ തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീമതി ദേവയാനി മാമ്പറ്റ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ദേവയാനി ചേച്ചി. എങ്ങനെ ചിരിക്കാതെ ഇദ്ദേഹത്തെ നമ്മൾ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ഈ ദേവയാനി ചേച്ചി ദീർഘമായ RD പാരമ്പര്യം അല്ലെ, ഏകദേശം 4 പതിറ്റാണ്ടോളം RD രംഗത്ത് ഏകദേശം 10 ലക്ഷം കളക്ഷൻ പിരിച്ചെടുക്കുന്ന ദേവയാനി ചേച്ചി രണ്ടാമത്തെ തവണയാണ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഏകദേശം മെമ്പറിന്റെ കാലാവധി പൂർത്തിയാക്കാനായിട്ട് ഉപരിയായിട്ട് ഈ 70ാമത്തെ വയസ്സിലും ചുറുചുറുക്കോടുകൂടി വരുന്ന തലമുറയ്ക്ക് ഒരു മാതൃകയാക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദേവയാനി ചേച്ചി നല്ല ഒരു യോഗ അധ്യാപിക കൂടിയാണ്. ഞങ്ങൾക്കൊക്കെ ഊർജം തരുന്ന ഈ ദേവയാനി ചേച്ചിയാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അതിഥിയായി വന്നിരിക്കുന്നത്. അപ്പൊ ദേവയാനി ചേച്ചിക്ക് സ്നേഹപൂർവ്വം ഇന്ന് നമ്മുടെ ചാനലിലേക്കും നിങ്ങളുടെ മുമ്പിലേക്കും സ്വാഗതം പറയുകയാണ്.
ജീവിതത്തിൽ എനിക്ക് വലിയൊരു പ്രതിസന്ധി തരണം ചെയ്യാൻ എനിക്ക് പറ്റിയത് ഈ യോഗ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ യോഗ ദിനത്തിൽ സ്ഥിരമായി യോഗ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. 18 വർഷമായി എൻ്റെ മകൻ മരണപ്പെട്ടിട്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിൻ്റെ ആ ഒരു ടെൻഷൻ മാറാൻ വേണ്ടി മാധവനാടുള്ള മാധവ മാഷ് എന്നെ പിടിച്ചു കൊണ്ടുപോയതാണ് അവർക്ക്. അങ്ങനെ അന്ന് മുതൽ വളാഞ്ചേരി ഡി എസ് എൽ ബേസിക് കോഴ്സ് ചെയ്തു. അങ്ങനെ പിന്നെ DSL കോഴ്സ് ചെയ്തു. ബാംഗ്ലൂർ 4 പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ എല്ലാ യോഗ സമയത്തും കുറ്റിപ്പുറത്തും ഓൺലൈൻ ക്ലാസ്സും അങ്ങനെ VTPയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഈ 70 വയസ്സിലും ഇതൊക്കെ ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. 70 വയസ്സായി ഒരു 10.5 ലക്ഷം രൂപ കളക്ഷൻ ഉണ്ട് RD ഏജന്റ് കൂടിയാണ്. 10.5 ലക്ഷം കളക്ഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ വണ്ടിയിൽ പോയി പിരിച്ചെടുക്കും. 41 വർഷമായി ഏജൻസി എടുത്തിട്ട്. 41 വർഷമായിട്ട് RD ഏജന്റ് ആണ്. അപ്പൊ ഈ സ്കൂട്ടർ ഓടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 21 വർഷമായി. 21 വർഷമായിട്ട് സ്കൂട്ടർ ഓടിക്കുന്നുണ്ട്. ഈ ഒരു ദീർഘകാലത്ത് ഈ RD ഏജന്റ് എന്നുള്ള ഒരു പരിചയം വാർഡ് മെമ്പറായിട്ട് മത്സരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഏകദേശം 5 വർഷം പൂർത്തിയാവാനായി. 5 വർഷം പൂർത്തിയാവാനായി. 20 വർഷം മുമ്പ് ഞാൻ മെമ്പറായിരുന്നു. ഇങ്ങനെയായിരിക്കണം ജീവിതം. എത്ര പോസിറ്റീവ് ആണെന്നറിയോ? തിരക്ക് പിടിച്ച തൻ്റെ കുടുംബജീവിതം, RD ജീവിതം, യോഗ ജീവിതം, ഇതിനൊക്കെ പുറമെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജീവിതം, അതും വളരെ മനോഹരമായി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ദേവയാനിയച്ചിക്ക് ആശംസകൾ.